രേണുസുതിയാണ് ചർച്ചാ വിഷയം. രേണുസുതിയെ കുറെ കാലമായി എയറിലാണ് രേണുസുതി. താഴെ ഇറങ്ങാൻ രേണുസുതി ആഗ്രഹിക്കാത്തിടത്തോളം കാലം രേണുസുതിക്കെതിരെ ചർച്ചകൾ ഇങ്ങനെ നിരന്തരം വിമർശനങ്ങൾ, ചർച്ചകൾ, ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുധിയുടെ മകൻ, മൂത്ത മകൻ, അവനൊരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ ആ കൊച്ചൊരു വീഡിയോ ഇട്ടു. അവൻ്റെ അനിയനായ രേണുസുതിയുടെ മകനെ കാണാൻ പോയൊരു വീഡിയോ. ആ വീഡിയോയിൽ സുധിയുടെ പുരസ്കാരങ്ങളൊക്കെ കട്ടിലിനടിയിലേക്ക് ഒരു ചാക്കിൽ ആക്കി ഇട്ടേക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. അത് പിന്നീട് വലിയ, അതായത് സുധിയുടെ സുധിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ കട്ടിലിനടിയിലേക്ക് പിന്നെ എന്താ പറയുക വാരിക്കൂട്ടിയിട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിമർശനങ്ങളൊക്കെ വന്നു. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത് അവർക്ക് വീട് വെച്ചു കൊടുത്ത ആ കമ്പനിക്കെതിരെ അവർ രംഗത്ത് വന്നു. ആ വീട് ചോരുകയാണ്, വീടിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തങ്ങൾക്കിത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിൽ രംഗത്ത് വന്നു. അതായത് ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് അവർക്ക് സ്ഥലം കൊടുത്തത്, വീട് വയ്ക്കാനൊരു സംഘടനയെ അവർക്ക് ഏർപ്പാടാക്കി കൊടുത്തതുമൊക്കെ ആ അച്ഛനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ രേണുസുതി പറഞ്ഞു, ആർക്കാണ് നിങ്ങൾക്ക് വീട് കൊടുക്കാനുള്ളത്, അവർക്ക് വീട് കൊടുത്തോളൂ, ഞങ്ങൾ മാറി വാടകയ്ക്ക് മറ്റെങ്ങോട്ടെങ്കിലും പോകാമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വീട് പൂട്ടി വാടകയ്ക്ക് പോയാൽ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് രേണുസുതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. വീട് ചോരുന്നുണ്ട്, നമുക്കൊരാളൊരു വീട്, നമ്മുടെ കഷ്ടകാലം അല്ലെങ്കിൽ നമ്മുടെ ദുരിതമൊക്കെ ഓർത്തുകൊണ്ട് ഒരാൾ നമുക്കൊരു വീട് തന്നു. നമ്മൾ ആ ഒരു വീട് വയ്ക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു രേണുസുതിന്ന് തലകുത്തി നിന്നാൽ അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ നാളെ അവർ ചിലപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് ചിലപ്പോൾ അവർ വലിയൊരു കലാകാരി ആകാം, ഒക്കെ ചെയ്യാം, നമുക്കറിയില്ല മനുഷ്യന്റെ തലവര എപ്പോഴാണ് മാറുന്നതെന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരന് ഒരു വീട് വെക്കണമെങ്കിൽ കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയെങ്കിലും വേണം. നമ്മൾ വസ്തു ഇല്ലെങ്കിൽ വസ്തു വാങ്ങണം, അത് കഴിഞ്ഞൊരു വീട് വെക്കണം. അപ്പോൾ ഇതിനൊക്കെ നല്ല തുക നമ്മളെ ചിലവ്. സാധാരണക്കാരൻ ലോൺ അടയ്ക്കാൻ മാത്രമാണ് അവൻ്റെ ജീവിതം ചിലവാക്കുന്നതെന്നാണ്. 20-25 ലക്ഷം രൂപയുടെ ലോൺ എടുത്താൽ എത്ര മാസം നമ്മൾ ലോൺ അടയ്ക്കണം? അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് സുധിയോടുള്ള സ്നേഹം, ആ കലാകാരനോടുള്ള സ്നേഹമൊക്കെ കൊണ്ടാണ് ഒരു സ്ഥലം കൊടുത്ത് അവർക്കൊരു വീട് വെച്ച് കൊടുത്തത്. ആ വീട് പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വയ്ക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഒരിക്കലും സ്വന്തമായ ഒരു വീട് കിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്താണ് ഒരാൾ ഒരു വീട് തരുന്നത്. നമ്മുടെ ഭർത്താവിൻ്റെ, നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഒരു കലാകാരനായിരുന്നു, അയാളോടുള്ള സ്നേഹം കൊണ്ടാണ് ആ സ്ഥലവും വീടുമൊക്കെ കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിന് വലിയ വിലയുണ്ടാകില്ല. ആ വില ഉണ്ടാകണമെങ്കിൽ അതിനെ കുറച്ചുകൂടി കിട്ടുന്നതിനെ ആത്മാർത്ഥമായി അതിനെ അംഗീകരിക്കാനുള്ള മനസ്സുകൂടി വേണം, എങ്കിലേ അത് കിട്ടിയിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ രേണുസുതി ഈ വീടിന് അർഹയല്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അവരെ വിമർശിക്കുന്നല്ല, അഭിനയം, ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അവർ അഭിനയിക്കുകയോ അവർക്ക് അഭിനയം അറിയാതിരിക്കുകയോ അറിയുകയോ അതൊക്കെ അവരുടെ കാര്യം. പക്ഷേ രേണുസുതിയെ പോലുള്ള ഒരാൾക്ക് ആ വീട് ഒരിക്കലും എന്താ പറയുക അർഹിക്കുന്ന ഒന്നല്ല. 2 കുഞ്ഞുങ്ങളുടെ പേരിലാണ് എഴുതി വെച്ചതെങ്കിലും സത്യത്തിൽ സുധിയുടെ മൂത്ത മകനായിരുന്നു ആ വീട് നൽകേണ്ടത്. കാരണം ആ കുഞ്ഞിനാണ് അമ്മയും അച്ഛനും ഇല്ലാത്തത്. അത് അച്ഛൻ്റെ വീട്ടുകാരുള്ളത് കൊണ്ട്, അതായത് സുധിയുടെ വീട്ടുകാരുള്ളത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനൊരു സുരക്ഷിതമായ ഇടമുണ്ടായത്. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇപ്പൊ അവന് 20 വയസ്സ് അല്ലെങ്കിൽ 17, 18, 19 വയസ്സുണ്ടെന്ന് വെച്ചോ, അവൻ ഈ പ്രായത്തിൽ എവിടെ ആരെങ്കിലും അവന് വാടക വീട് കൊടുക്കുമോ? അവൻ എവിടെ പോയി നിൽക്കും? അവനെ ആരെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ അവന് പോയി നിൽക്കാൻ കഴിയും? സുധിയുടെ അമ്മയും ചേട്ടനും ജീവിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനൊരു കിടക്കാനൊരു സ്ഥലവും 3 നേരം ആഹാരവും കിട്ടുന്നത്. അപ്പോൾ സത്യത്തിൽ ആ കുഞ്ഞാണ് ഈ ലോകത്ത് ഒന്നുമില്ലാത്തവൻ. അച്ഛനില്ല, അമ്മയില്ല, സ്നേഹിക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ. ഇപ്പൊ സുധിയുടെ അച്ഛനും അമ്മയും ഉണ്ട്, അല്ല സുധിയുടെ അമ്മയും ചേട്ടനുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ കുഞ്ഞ്, അവനാണ് സുധിയുടെ മൂത്ത മകനാണ്, ഈ ലോകത്ത് ഒന്നുമില്ലാത്തവൻ, അച്ഛനില്ല, അമ്മയില്ല, ഒരു ഇതുമില്ലാത്ത. അപ്പൊ ഇവർ ചെയ്യേണ്ടത് ആ കുഞ്ഞിന് ആ വീട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ 2 മക്കളുണ്ട്, 2 മക്കൾക്ക് വീട് കൊടുത്തില്ലെങ്കിൽ അത് പിന്നീട് വിമർശനങ്ങൾക്ക് ഇടവരുത്തില്ല എന്നൊക്കെ ചോദിക്കാം. പക്ഷേ
ആ, രേണു സുധിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. രേണു സുധിയുടെ മകനെ നോക്കാൻ, അത് സുധിയുടെ മകനാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ നോക്കാൻ രേണു സുധിയുടെ അച്ഛനും അമ്മയുണ്ട്. ഈ കിച്ചു എന്ന് പറയുന്ന മൂത്ത മകൻ, അവൻ ആ വീട്ടിലല്ല നിൽക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് കൊടുത്തിട്ട് ആ കുഞ്ഞിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പ്രായത്തിൽ കവിഞ്ഞ് കുറച്ചുകൂടി പക്വതയുണ്ട് ആ കുട്ടിക്കെന്ന് തോന്നുന്നു. കാരണം പലതും അവന്റെ പ്രായം അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോഴൊക്കെ നാട്ടുകാർ രേണു സുധിയെ വിമർശിക്കുന്നത് പോലെ ഇപ്പോ പിന്നെ എന്താ പറയുക, ഈ കുട്ടിക്കും വിമർശിക്കാം. കാരണം അവന്റെ കൂടി അച്ഛന്റെ പേരാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നിട്ട് പോലും എന്ത് പക്വമായാണ് ആ കുഞ്ഞു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, എന്ത് പക്വമായാണ് ആ കുഞ്ഞ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്ന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവന്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ കാണും. തുറന്നു പറയാൻ ഒരുപക്ഷെ അവന്റെ കൂട്ടുകാരെ ഉണ്ടാകൂ. അവന് തുറന്നു പറയാൻ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരുപക്ഷെ അവന്റെ കാര്യങ്ങൾ പറയാൻ കഴിയും. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അമ്മയില്ല, അച്ഛനോട് പറയാന്ന് വെച്ചാൽ അച്ഛനും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും രേണു സുധിയുടെ അല്ലെങ്കിൽ രേണു സുധി പോകുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് നിയമ നടപടിയൊന്നും സ്വീകരിക്കേണ്ട എന്നാണ് എനിക്ക് ആ നോബിൾ അതെ, ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അച്ഛനോട് പറയാനുള്ളത്. അവർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, എന്നിട്ട് ആ കുഞ്ഞിനെ സുധിയുടെ അമ്മയെയും കൊണ്ടുവന്ന് ആ വീട്ടിൽ താമസിപ്പിക്കുക. കാരണം ഇതിന്റെ വില അറിയാവുന്നത്, തൻ്റെ അച്ഛൻ്റെ കഴിവും തൻ്റെ അച്ഛൻ അത്രത്തോളം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നത് കൊണ്ടുമാണ് ഞങ്ങൾക്ക് ആ വീട് കിട്ടിയത് എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ പിന്നെ കഴിവുള്ള ഒരാളും അതിന്റെ വില അറിയുന്ന ഒരാളും സുധിയുടെ മൂത്ത മകൻ മാത്രമാണ്. അപ്പൊ അവൻ ആ വീട് കൊടുത്താൽ അവൻ അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ളത് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ അച്ഛനും രേണു സുധിയും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ മൂത്ത കുട്ടി അവിടെ നിന്നിരുന്നു എങ്കിൽ ആ കുഞ്ഞിനോടൊക്കെയുള്ള ഇവരുടെ പെരുമാറ്റം ഏത് രീതി, കാരണം ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് തന്നെ ഞങ്ങൾക്ക് വീട് വേണ്ട, അയാളോട് എടുത്തോണ്ട് പോകാൻ പറ, അല്ലെ ഇടിച്ചു പൊളിച്ച് കളയാൻ പറ, നമുക്ക് തന്നെ മനസ്സിലായില്ലേ എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സുധിയുടെ പേര് വെച്ചിട്ടാണ് രേണു ഒക്കെ ഒരു എന്താ പറയുക ഈ ഫീൽഡിലോട്ടൊക്കെ വന്നത്. കാരണം സുധിയെ സ്നേഹിക്കുന്നവരാണ് രേണു സുധിയോടൊപ്പം എക്കാലവും നിന്നത് എന്ന് രേണു സുധിയും മനസ്സിലാക്കുന്നില്ല, രേണു സുധിയുടെ വീട്ടുകാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷെ ആ വീടിനോട് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ ആത്മബന്ധം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ആ വീട് വലിയ മതിപ്പായി തോന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും നല്ല വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനേക്കാളും നല്ല വീട് നിങ്ങൾക്ക് വയ്ക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം, അങ്ങനെയൊക്കെ ആകാം. പക്ഷേ ആ സുധിയുടെ മൂത്ത മകനെ അവന് മാത്രമേ ആ വീടിന്റെ വില അറിയാകൂ. ആ വീടിന്റെ പൂർണ്ണമായും ആ വീട് തൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ആ വീട് തങ്ങൾക്ക് തന്നതും ആ വസ്തു ദാനം തന്നതും ആ വീട് വച്ച് തന്നതും എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ളത് ആ കുഞ്ഞിനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, രേണു സുധി പോകുമ്പോൾ അതിന്റെ പിന്നാലെ പോയി നിയമ നടപടി സ്വീകരിക്കുന്നത് നല്ലത് ആ മൂത്ത കുട്ടി കിച്ചുവിനെയും സുധിയുടെ അമ്മയെയും കൊണ്ട് അവിടെ പാർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം എന്നുള്ളതാണ്.